എൻസൈംസ് മനസ്സിലാക്കിയാൽ ബയോകെമിസ്ട്രിയിലെ പല ചാപ്റ്റേഴ്സും ഈസി ആകും. പല സ്റ്റുഡൻസിനും എൻസൈംസിനെ വെറും പേരുകൾ പോലെ പഠിക്കും. ഹെക്സോകൈനേസ്, അമൈലേസ്, ലിപ്പേസ്, പെപ്സിൻ ഇങ്ങനെ പേരുകൾ മാത്രം പഠിച്ചാൽ എക്സാം സമയത്ത് ഫുൾ കൂടി കൺഫ്യൂഷൻ ആകും. എൻസൈം എന്നത് ബോഡിയിലെ ഹെൽപ്പർ ആണ്. ഒരു റിയാക്ഷൻ വേഗത്തിൽ നടക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ആണ് എൻസൈം. സിമ്പിൾ ആയി പറഞ്ഞാൽ എൻസൈം ഇല്ലെങ്കിൽ ബോഡിയിലെ പല റിയാക്ഷനും വളരെ സ്ലോ ആയിരിക്കും. ഒരു ലോക്കിന് കറക്റ്റ് കീ വേണം എന്ന പോലെ ഓരോ എൻസൈമിനും സ്പെസിഫിക് സബ്സ്റ്റൻസ് ഉണ്ടാകും. അതിനെ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നു. എൻസൈം സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് ഫോർമുല പോലെ നമ്മൾക്ക് ഓർക്കാം, എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഈക്വൽസ് പ്രോഡക്റ്റ്. ക്ലിനിക്കൽ പ്രാക്ടീസിൽ എൻസൈം വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ചില എൻസൈംസ് കൂടിയാൽ ലിവർ ഡാമേജ് നമ്മൾക്ക് സംശയിക്കാം. അതുപോലെ ഹാർട്ട് അറ്റാക്ക് സമയത്തും ചില എൻസൈം മാർക്കേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും. അതുകൊണ്ടാണ് എൻസൈം പഠിക്കുമ്പോൾ പേര് മാത്രം പഠിക്കരുതെന്ന് പറയുന്നത്. ഇത് ഏത് റിയാക്ഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക. എൻസൈം സിമ്പിൾ ആയി പഠിക്കാൻ നഴ്സിംഗ് എന്ന് താഴെ കമന്റ് ചെയ്യും. ഇതുപോലെ ഡെയിലി യൂസ്ഫുൾ കോൺസെപ്റ്റ്സ് വളരെ സിമ്പിൾ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീൽസ് കാണാൻ ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും. ഇങ്ങനെ സിമ്പിൾ ആയി മലയാളം എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സബ്ജക്ട് വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ DM-ൽ ഡെമോ എന്ന് മെസ്സേജ് അയക്കും.